അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് പൊതുപരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ്സിലെ തഫ്സീർ ക്വസ്റ്റ്യൻ പേപ്പറും പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. നുമയ്യിസു സവാബ ബിഹാദിഹി, ശരിയായത് വേർതിരിക്കാനാണ്. അൽ മുഹ്സിനു ഇലൽ മുഅ്മിനീന ഫഖത്ത് ഫിൽ ആഖിറ, ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്നത്. റഹീം. അൽ മുഹ്സിനു ഇലൽ ബിർരി വൽ ഫാജിരി ഫിദ്ദുന്യ, അങ്ങനെയാണ് വന്നതെങ്കിൽ അപ്പോൾ റഹ്മാൻ. സമറത്തുൻ ഷജറത്തുൻ മഷ്ഹൂറ, പ്രസിദ്ധമായ ഒരു മരത്തിൻ്റെ ഫലം. തീന്, അത്തി. അവ്വലു മൻ ഖത്ത ബിൽ കലം, പേന കൊണ്ട് ആദ്യം എഴുതിയത് ഇദ്രീസ് അലൈഹിസ്സലാം. അൽ ഹുജ്ജത്തുൽ വാദിയ വഹിയ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖുയൂലുല്ലത്തി തുഗീറു അലൽ അദുവി വഖ്ത സുബൈ, പ്രഭാത സമയത്ത് ശത്രുവിൻ്റെ മേൽ ആക്രമണം നടത്തുന്ന കുതിരകൾ. അപ്പോൾ ഇതേതാ? മുഗീറാത്താണ്. മുഗീറാത്ത്. എന്നാൽ മൂരിയാത്തോ അൽ ഖുയൂലുല്ലത്തി തൂരിനാറൻ, കുളമ്പുകൾ കൊണ്ട് കല്ലിലുരസുമ്പോൾ തീ പരിപാലിപ്പിക്കും, അങ്ങനത്തെ കുതിരകൾ. അതാണ് മൂരിയാത്ത്. പിന്നെ ആദിയാത്ത് ഉണ്ട്. അൽ ഖുയൂലുല്ലത്തി തുസ്റഉ ഫിൽ കർരി അലൽ അദുവി. പിന്നെ അൽ ഹശറത്തുല്ലത്തി തതസാഖത്ത് അലൻ നാരി ഫിൽ ലയാലി, രാത്രിയിൽ തീയിൻ്റെ മേൽ വീഴുന്ന പ്രാണികൾ. അൽ ഫറാഷ്. യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്. അത്തഫാഖുറു ബിൽ അംവാലി വൽ ഔലാദി, അമ്മാല് കൊണ്ട് ഫൗറടിക്കൽ. തക്കാസുർ, യോജിച്ചത് കൊണ്ട് ചേർക്കുക. മിൻ അസ്മായി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ പേരിൽ പെട്ടതാണ്. ബ്രാക്കറ്റിലുള്ളത് എഴുതാനാണ്. തൻസീൽ. അപ്പൊ നമ്മൾ മറ്റുള്ള പേരുകളും പഠിക്കണം. ഇഖ്ലാസ്, തൻസീല്, തജ്രീദ്, തൗഹീദ്, നജാത്ത്, വിലായത്ത്, ഇതൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്റെ പേരുകളാണ്. ഉഖ്തു അബീ സുഫിയാൻ ഇബ്നു ഹർബ്, അബീ സുഫിയാൻ ഇബ്നു ഹർബിന്റെ സഹോദരി ആരാ? ഉമ്മു ജമീൽ, അബീ ലഹബിന്റെ ഭാര്യ. ഇന്നഹാ ബറാഅത്തും മിനശ് ശിർക്കി, ശിർക്കിൽ നിന്ന് മോചനം ലഭിക്കുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ കാഫിറൂൻ. മിൻ മാരിയത്തുൽ ഖിബ്തിയ, മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നുള്ള കുട്ടി ഇബ്രാഹിം. ഇസ്മു ജാമിഉൻ ലി മനാഫിൽ ബൈത്തി, വീട്ടിൽ ഉപകാരമുള്ളതിനിക്ക് ഒരുമിച്ച് കൂട്ടുന്നൊരു പേരാണ് അൽ മാഊൻ. ഏതൊക്കെയെന്ന്? മാഊൻ, ഖദർ, ഫഅസ്, ദൽവ്. വകാന ഖുറൈശുൻ യർതഹിലൂന ഫിസ്സൈഫി, സൈഫ് കാലത്തിൽ, ഉഷ്ണകാലത്തിൽ അവരുടെ യാത്ര എവിടേക്കായിരുന്നു? ഇലശാം. അതേപോലെ ശിതാ കാലത്തിലാണെങ്കിലോ ഇലായിന കാനത്ത് ഇഹ്റതും വിശിതായി, ശൈത്യകാലത്ത് അവരുടെ യാത്ര എവിടേക്കായിരുന്നു? അത് ഇലൽ യമൻ, യമനിലേക്കായിരുന്നു. അദദു ജയ്ഷി അബ്രഹത്ത്, അബ്രഹത്തിന്റെ ജയ്ഷിന്റെ അബ്രഹത്തിന്റെ സൈന്യങ്ങളുടെ എണ്ണം 60 അൽഫൻ, 60,000. ലിമ സുമ്മിയ ശൈത്താനു വസ്വാസൻ, ശൈത്താനു വസ്വാസി എന്ന് പേര് വെക്കപ്പെട്ടു. എന്താ കാരണം? ലികസ്റതി മുലാസമതിഹി ലിൽ വസ്വസതി, വസ്വാസ് ഉണ്ടാക്കുന്ന പ്രവൃത്തി കൂടുതൽ ചെയ്യുന്നത് ശൈത്താനാണ്. അൽ ഫലഖു മാ ഹുവ, എന്താ ഫലക്ക് പറഞ്ഞാല്? അസ്സുബ്ഹ്, പ്രഭാതം. അൽ ഗാസിഖു മാ ഹുവ, അതും കൂട്ടത്തിൽ പഠിക്കുക. അൽ ഗാസിഖു മാ ഹുവ അല്ലൈലു, രാത്രി. നഫാസാത്ത്, നഫാസാത്ത്. അന്നിസാഉ സവാഹിർ, സിഹർ ചെയ്യുന്ന സ്ത്രീകൾ. അന്നിസാഉ സവാഹിർ. അടുത്തത് ആഖിറു സൂറത്തിൻ നസ്ർ, മാഹിയ, അവസാനം ഇറങ്ങിയ സൂറത്തുൻ നസ്ർ. അൽ മുറാദു ബിൽ അസ്ർ, അസ്ർ കൊണ്ടുള്ള മുറാദ് അദ്ദഹ്റു, കാലം. അസ്കാലുൽ അർളി, ഭൂമിന്റെ ഭാരങ്ങൾ ഏതൊക്കെയാണ്? കുനൂസിഹ വ മൗതഹ, നിധികളും മരിച്ചവരും. യോജിച്ച ആയത്ത് എഴുതാനാണ് ഈ തഫ്സീറിന് യോജിച്ച ആയത്ത്. അവ്വലുൻ നഹാർ, പകലിന്റെ ആദ്യത്തിൽ, പകലിന്റെ ആദ്യത്തിലുള്ള നമ്മളാ ടൈം പറയുന്നത് ളുഹയാണല്ലോ. അപ്പൊ യോജിച്ചത് ളുഹ. ലം യകുൻ അഹദുൻ മുകാഫിയൻ ലഹു,
മുക്കാഫിയൻ എന്നാൽ യോജിച്ചത് നമ്മൾ കുഫു വെക്കുക എന്ന് പറയുന്നത്. ലം യകുൻ ലഹു ലം യകുൻ അഹദുൻ മുക്കാഫിയൻ ലഹു, അവനോട് തുല്യമായ ഒരാളും ഇല്ല. അപ്പൊ അത് ഏതേക്കാരം വലം യകുൻ ലഹു കുഫുവൻ അഹദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അൽ മഖ്സൂദു ഫിൽ ഹവായിജിദ് ദവാം, അല്ലാഹു എന്നും ആവശ്യങ്ങളിൽ ഉദ്ദേശിക്കപ്പെടുന്നവനാണ്, സ്ഥിരമായ നിലയിൽ ആവശ്യങ്ങളിൽ ഉദ്ദേശിക്കപ്പെടുന്നവനാണ്. അള്ളാഹുവിന് എല്ലാവർക്കും ആവശ്യമാണ് ഏത് സമയത്ത്. അള്ളാഹു നിരാശ്രയനാണ്. അല്ലാഹു സമദ്, അതാണ് ഇതിന്റെ ആയത്ത്. തവീലത്തിൻ ലാ യസ്തതിഉൽ ഫിറാറു മിൻഹാ, നീളമുള്ളത് എന്ന് പറയുന്നത്, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയൂല. ഫീ അമദിൻ മുമദ്ദദ, എന്താ അൽ വൈല് പറഞ്ഞാൽ കലിമത്തുൻ യത്ലുബു ബിഹല്ലദ, ശിക്ഷയെ തേടുന്ന ഒരു വാക്കാണ്, ഒരു കലിമത്താണ് വൈല്. ഔ വാദി ഫീ ജഹന്നം, അല്ലെങ്കിൽ നരകത്തിലൊരു വാദിയാണ്, ഒരു ചെരുവാണ്. ഔ വാദി ഫീ ജഹന്നം. ഫീ ഹയാത്തിൻ തയ്യിബത്തിൻ ഫിൽ ജന്ന വഹുവ ഫീ ഈശത്തിർ റാദിയ. നുതർജിം പരിഭാഷപ്പെടുത്താനാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അതിന് പരിഭാഷപ്പെടുത്താൻ. തീർച്ചയായും ഖദ്റിന്റെ രാത്രിയിൽ നാം ഖുർആനിനെ ഇറക്കി. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. മുഫസ്സിർ തഫ്സീർ കൊടുക്കാനാണ്. ഇന്നഹു കാന തവ്വാബ കാന കസീറൽ ഖബൂലി ലിതൗബതി ഇബാദിഹി, അതാണ് ഇതിന്റെ തഫ്സീർ. അഊദു ബിറബ്ബിൻ നാസ് അതഹസ്സനു ബിഖാലിഖിഹിം വമാലികിഹിം വസ്തഗ്ഫിർ സലില്ലാഹൽ ഗഫ്റാൻ സലില്ലാഹൽ ഗഫ്റാൻ. നക്തുബുൽ മാന ബിൽ അറബി, അറബിയിൽ അർത്ഥം എഴുതാനാണ്. അഫ്ഇദ ഖുലൂബ് ഹൃദയം, ഖാസിക് ലൈല്, മിസ്കാൽ സിനത്ത് തൂക്കം, ആയിര ഫഖീർ, നഖ് ഉബാർ നഖ് ഉബാർ ജീദ് ഉനുഖ്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്ക്. നൂസിലു ബിമാ യുനാസിബു കുല്ലുമാ സിവല്ലാഹ്, അല്ലാത്തതൊന്നെല്ലാം, അത് അൽ ആലം, ആലമാണ്. അൽ മഗ്ളൂബി അലൈഹിം, ഫാത്തിഹയിലുണ്ട്, ശ്രദ്ധിക്കണം. മഗ്ളൂബി അലൈഹിം അത് യഹൂദ്. ഇനി വലദ്ദാല്ലീൻ അതാണെങ്കിലോ നസാറ. അഹ്കമുൽ ഹാക്കിമീൻ അഖ്ദൽ ഖാദീൻ. അൽ മക്കാനുൽ ലദീ യജ്തമിഉ ഫീഹി الناس, അൽ മക്കാൻ അല്ലദീ യജ്തമിഉ ഫീഹി الناس. അന്നാദി മാഇലീന ഇലൽ ഖൈരി ഹുനഫാ. ഇനി ഫിറഖുൽ യഹൂദി ടിക്കിടാനാണ്. യഹൂദികൾ എത്ര പാർട്ടിയാണ്? 71. അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ നെഹറുകൾ 64 തഅദിലു റുബുൽ ഖുർആൻ, ഖുർആനിന്റെ 4/1 തുല്യമായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കാഫിറൂൻ. അയ്യത്ത് സൂറത്തിൻ ഫീഹാ നഅ്യുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മരണവാർത്ത സൂചിപ്പിക്കുന്ന സൂറത്ത് ഏതാ? സൂറത്തുൻ നസ്ർ, സൂറത്തുൻ നസ്ർ. ആഖിർ സൂറത്തിൻ നസ്റത്ത്, അവസാനം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൻ നസ്ർ. മിൻ അസ്മായി സൂറത്തുൽ ഇഖ്ലാസി, ഇഖ്ലാസ് സൂറത്തിന്റെ പേരിൽപ്പെട്ടതാണ് അൻ-നജാത്ത്. നേരത്തെ പറഞ്ഞ പേരുകൾ മൊത്തം പഠിക്കണം കേട്ടോ. ഇഖ്ലാസ്, തൻസീൽ, തജ്രീദ്, തൗഹീദ്, നജാത്ത്, വിലായത്ത്. മാന മലിക്കിന്നാസ്, മലിക്കിന്നാസ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അൽ മുതസറഫു ഫീഹിം ബി അൻവാഇ തസറുഫാത്തി. ഫായിദത്തു ഖിറാഅത്തുൽ ഇഖ്ലാസി 10 മറ, 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താലുള്ള ഫായിദ എന്താണ്? അള്ളാഹു അവനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുന്നതാണല്ലോ. മറ്റൊരു അതിന്റെ ബാക്കി മൻ കറാഹ 20 മറ, 20 തവണ മതിയാലോ. കസ്റാനി ഫിൽ ജന്ന, അവനിക്ക് 2 കൊട്ടാരം കൊടുക്കും. അമൻ കറാഹ 30 മറ, 30 തവണ മതിയാല്
മൂന്ന് കൊട്ടാരം പണിയുന്നതാണ്. ഔസാഫുൽ ഹൗദുൽ കൗസർ, ഹൗദുൽ കൗസറിൻ്റെ വിശേഷണങ്ങളാണ്. തുറാബുഹു മിസ്ക്, അതിലെ മണ്ണ് കസ്തൂരിയാണ്, അതിലെ ചെരൽ ലുഅ്ലു ആണ്, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്, പാത്രങ്ങളോ നക്ഷത്രങ്ങളുടെ എണ്ണവുമാണ്. അന്നാസു അർബഅതു അഖ്സാമിൻ, ജനങ്ങൾ 4 വിഭാഗമുണ്ട്. ഏതൊക്കെയാണ് 4 വിഭാഗം? ഒന്ന്, മൻ ലഹുൽ ഖൈറു ഫിദ്ദാറൈൻ, 2 ലോകത്തും ഖൈറുള്ളവർ. അതിന് നമുക്ക് എന്ത് പറയാം? അഹ്ലു ത്വാഅത്തിൽ അവനിയ, അഹ്ലു ത്വാഅത്തിൽ അവനിയ. 2 ആൻസറാണ്. ഈ അഹ്ലു ത്വാഅത്തിൽ അവനിയ തന്നെയാണ് മൻ ലഹുൽ ഖൈറു ഫിദ്ദാറൈൻ. പിന്നെ മൻ ലഹു സൂറത്തു ശർറുൻ ഫിദ്ദുനിയ വ ഖൈറുൻ ഫിൽ ആഖിറ, ദുനിയാവിൽ ശർറ് ആഖിറത്തിൽ ഖൈറുണ്ടാകും. അൽ ഫുഖറാഉൽ മുഅ്മിനീൻ, അൽ ഫുഖറാഉൽ മുഅ്മിനീൻ. പിന്നെ മൻ ലഹു ശർറു ഫീഹിമ, രണ്ടോടത്തും ഷർറൈക്കാൻ, ദുനിയാവിലും ആഖിറത്തിലും ഷർറാകുമ്പോൾ അൽ കഫറത്തുൽ ഫുഖറാ. പിന്നെ മൻ ലഹു സൂറത്തുൻ ഖൈറുൻ ഫിദ്ദുനിയ വ ശർറുൻ ഫിൽ ആഖിറ, ദുനിയാവിൽ ഖൈറുണ്ടാവും, ആഖിറത്തിൽ ഷർറൈക്കാൻ. അൽ കഫറത്തുൽ അവനിയ, അൽ കഫറത്തുൽ അവനിയ. അപ്പോൾ ഈ 4 ജനങ്ങളുടെ 4 വിഭാഗത്തെയും പഠിക്കണം. പിന്നെ അടുത്തത് ഉത്തരം എഴുതാനാണ്. അൽ ഇബാദത്തു നൗആനി മാഹുമാ, ഇബാദത്ത് 2 ഇനണ്ട്. ഒന്ന് ഖൽബിയ, 2 ഖാലിബിയ. ഒന്ന് ഖൽബിയ, 2 ഖാലിബിയ. കൈഫ ഹദല്ലാഹു നബിയ, നബിയെ അല്ലാഹു ഹിദായത്താക്കി എങ്ങനെ? ബി ഇൻസാലി ശരീഅത്തി അലൈഹി, ബി ഇൻസാലി ശരീഅത്തി അലൈഹി. അസ്ഹാബുൽ ഫീൽ മൻഹും, അസ്ഹാബുൽ ഫീൽ ആരാ? അബ്രാഹത്തും വജൈശു, അബ്രാഹത്തിന്റെ സൈന്യവും. സൂറത്തുൽ ഹുമസ് ഇറങ്ങിയത് ആരിലാണ്? ലിമൻ കാന യഗ്താബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീൻ. ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള ആളുകൾ നബിയെയും മുഅ്മിനീങ്ങളെയും ഗീബത്ത് പറഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. ഐന നസലൽ ഖുർആനു അവ്വലൻ, ഖുർആൻ ആദ്യം ഇറങ്ങിയത് എവിടെ? ബിഗാരി ഹിറാ, ഹിറാ ഗുഹയിൽ. നുഫസ്സിറു ബിൽ അറബിയ, അറബിയിൽ തഫ്സീർ കൊടുക്കുക. ഫഅസർന ബിഹി നഖഅ, ഹയ്യജ്ന ഫീ മക്കാനിൽ അദുവ്വി ഗുബാറൻ മിൻ ശിദ്ദത്തിൽ ഖിതാൽ വഹുസ്സില മാ ഫിസ് സുദൂർ ബയ്യിന മാ ഫിൽ ഖുലൂബി മിനൽ കുഫ്രി വൽ ഈമാൻ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഇന്നഹു മുബ്ഗിദക ഹുവൽ മുൻഖതിയൻ കുല്ലി ഖൈർ, എല്ലാ നന്മയും തൊട്ടും മുറിക്കപ്പെട്ടവനാണ്. വവജദക ളാലൻ ഖാലിയൻ മിൻ ശരീഅത്തി, ശരീഅത്തിനെ തൊട്ട് ഒഴിവായ നിലയിൽ നബിയെ നിങ്ങൾക്ക് എത്തിനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നഹ്സുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആനത്തി. മുതർജിം അറബി മലയാളം. മാ വദ്ദക റബ്ബുക വമാ ഖലാ, തങ്ങളോട് അങ്ങയുടെ റബ്ബ് കോപിക്കുകയോ തങ്ങളെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നതുവരെ അത് രക്ഷ മാത്രമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബത്തി, എഴുത്തുകൊണ്ട് ഇൽമിനെ നിങ്ങൾ ബന്ധനം ചെയ്യുക. നക്തുബിൽ മാന ബിൽ അറബി, അറബിയിൽ പേരെഴുതാനാണ്. അലക്ക് ദമുൻ ഖലീദുൻ ലയതമറദു, ബരിയത്ത് ഖലീഖത്ത് ഹുനഫാ മാഇലീന ഇലൽ ഖൈർ. ഇൻഷാ അല്ലാഹ് പാഠത്തിലെ പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങളും പ്രത്യേകിച്ച് തഫ്സീറുകളൊക്കെ, ഓരോ ആയത്തിൻ്റെയും തഫ്സീറുകളുടെ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടെ പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.